ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് അഭിഷേകത്തിൻ്റെ പ്രോഗ്രാം കേട്ടോ, കാണാൻ മറക്കരുത്. അതിനുവേണ്ടി ഇപ്പം തന്നെ പ്രാർത്ഥിച്ചു ഒരുങ്ങാം. ഇന്ന് വൈദികരുടെ ഇംഗ്ലീഷ് ധ്യാനം സെഹിയോനിൽ ആരംഭിക്കുകയാണ്. വട്ടാഴ്ചന് ഇവിടെ ഉണ്ട്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിഷയം ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഇതിനിട നൽകരുത്. എന്താണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതിൻ്റെ പശ്ചാത്തലം എങ്ങനെ? പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, അത്യുന്നതൻ്റെ നിയമം നിറവേറ്റാൻ ഇട നൽകുക. അത് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. പക്ഷേ അതിൻ്റെ മുകളിൽ 17-18 വാക്യങ്ങളിലാണ് അതിൻ്റെ ഗുഡൻസ് കിടക്കുന്നത്, അതിൻ്റെ സംഗതി കിടക്കുന്നത്. അതാണ് അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് അവനുമായി സംസാരിക്കുക. എന്നിട്ട് പറയാണ് അത്യുന്നതൻ്റെ നിയമം വചനം നിറവേറ്റാൻ ഇട നൽകുക. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു കാര്യത്തിന് ഒരാളെ പെട്ടെന്ന് അങ്ങോട്ട് കയറിയിട്ട് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവനെ ശാസിച്ച് അല്ലെങ്കിൽ അവനെ അങ്ങോട്ടൊരു പ്രത്യേക തരത്തിൽ ഒരവസ്ഥയിലേക്ക് ആക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പെട്ടെന്ന് ചാടിക്കയറി അങ്ങനെ ചെയ്യരുത്. അതിനു മുമ്പ് അവനുമായിട്ടൊന്ന് സംസാരിക്കണം. അവൻ്റെ സാഹചര്യത്തിൽ എന്താണ്, ഏതാണ് ഈ ഒരു പശ്ചാത്തലത്തിന് കാരണം, എന്നിട്ട് അവനെ ഒരു പ്രാവശ്യം അവൻ്റെ വചനം നിറവേറ്റാൻ ഒരു അവസരമെങ്കിലും നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഒരു വചനം നിറവേറ്റിയതിന് ശേഷം വേണം അവനോട് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്ന അവനുമായിട്ട് സംസാരിക്കുക. കർത്താവിൻ്റെ വചനം ഒന്ന് നിറവേറ്റാൻ ഒരു അവസരം കൊടുക്കണം. ഒറ്റയടിക്കുന്ന കട്ടികളത് കളയരുത്, ഒറ്റയടിക്ക് വേണ്ടാന്ന് വെക്കരുത്, ഒറ്റയടിക്ക് ഭീഷണിപ്പെടുത്തരുത്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മളും വചനം ലംഘിക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോ പ്രത്യേകം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.